എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് മലയാളം സെക്കൻഡ് പരീക്ഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ വരുമെന്നുള്ള കാര്യമാണ്. അതോടൊപ്പം ഓരോ പാഠഭാഗത്തിൻ്റെയും ചുരുക്കവും പറയുന്നതാണ്. അരങ്ങും പൊരുളും എന്ന യൂണിറ്റിന്റെ പ്രവേശകമായി നൽകിയിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറിന്റെ വരികളാണ്. കല ആനന്ദമാണ്, ആ ആനന്ദം പ്രകാശം പോലെ സർവ്വവ്യാപിയുമാണ്. അദ്ദേഹം ഇങ്ങനെ പറയാൻ നിരവധി കാരണങ്ങളുണ്ട്. കല മനുഷ്യന്റെ ആത്മപ്രകാശനമാണ്. ഇതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം മനുഷ്യന് ആനന്ദം നൽകുക എന്നതാണ്. മനുഷ്യന് ആനന്ദം നൽകുന്നതിൽ മാത്രം കല ഒതുങ്ങി നിൽക്കുന്നില്ല. മനുഷ്യന്റെ ഉള്ളിലെ അന്ധകാരം നീക്കുന്നു. അതിലൂടെ സമൂഹത്തെ പ്രകാശപൂരിതമാക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, കല മനുഷ്യന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളെയും മറികടക്കാൻ സഹായിക്കുന്നു. ഈ ഭാഗത്തു നിന്നും രവീന്ദ്രനാഥ ടാഗോറിന്റെ വരികളും മറ്റേതെങ്കിലും കവികളുടെ വരികളും താരതമ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഈ വരികളുടെ ആശയം മാത്രമായി എഴുതാനോ ചോദിക്കാവുന്നതാണ്. ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമാണ് ഇ.കെ. ഷാഹിന എഴുതിയ ചിത്രകാരി എന്ന കഥ. കലാകാരിയായ ഒരു സ്ത്രീയുടെ ആത്മസംഘർഷം നിറഞ്ഞ ജീവിതത്തെ ചിത്രീകരിക്കുന്നതാണ് ഈ പാഠഭാഗം. ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലേക്ക് വിവാഹം ചെയ്തു കൊണ്ടുവന്ന പെൺകുട്ടിയാണ് ഫിസ. അവൾക്ക് ആ കുടുംബത്തിൽ ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും ലഭിച്ചിരുന്നെങ്കിലും അതൊന്നും അവളെ സന്തോഷിപ്പിച്ചില്ല. അവൾ വിവാഹത്തിന് ശേഷവും തുടരണം എന്നാഗ്രഹിച്ച ചിത്രരചന അവൾക്ക് തുടരാൻ കഴിഞ്ഞില്ല. അവളുടെ ഭർത്താവിൻ്റെ കുടുംബത്തിന് അതിൽ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. അടുപ്പത്തെ പണി ഒരു കടലാഫീസേ എന്ന് പറയുന്ന ഹാഫിസിന്റെ ഉമ്മയും ഒരു പണ്ടാരവും വേണ്ട എന്ന് പറയുന്ന ഭർത്താവും ഇതൊന്നും തൻ്റെ കുടുംബത്തിന് ചേർന്ന പണിയല്ല എന്ന് ഒരു നോട്ടത്തിലൂടെ പറയുന്ന ഹാഫിസിന്റെ വാപ്പയും എല്ലാം അവൾക്കെതിരായിരുന്നു. തൻ്റെ കലാവാസനയെ തീർത്തും അവഗണിക്കുന്ന ആ കുടുംബത്തിൽ ഫിസ അപൂർണമായൊരു ചിത്രം തന്നെയാണ്. അവളുടെ ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്ന പച്ചയും മഞ്ഞയും നിറങ്ങളാകട്ടെ, അത് അവളുടെ ഉള്ളിലെ പ്രതീക്ഷയും വിഷാദവുമാണ്. കഥയുടെ പ്രധാന ആശയം യഥാസ്ഥിതിക കുടുംബത്തിൽ ആത്മാവിഷ്കാരവും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുന്ന കലാകാരിയായ ഒരു സ്ത്രീയുടെ ആന്തരിക ജീവിതവും ഭൗതിക ജീവിതവും തമ്മിലുള്ള സംഘർഷമാണ്. തൻ്റെ കഴിവിനെ നിസാരവൽക്കരിക്കുന്ന പുരുഷ മനോഭാവം നിറഞ്ഞ അന്തരീക്ഷത്തിലും കുടുംബജീവിതവും ആന്തരിക ജീവിതവും കൊണ്ടുപോകാനുള്ള സ്ത്രീയുടെ ശ്രമം സമകാലിക സമൂഹത്തിലെ പൊതുബോധത്തെയാണ് കഥയിൽ കാണിക്കുന്നത്. കൂട്ടത്തിൽ കൂടാൻ എന്തടാ ഓൾക്കൊരിത്, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ആള് കൂടുമ്പോൾ ഓളുടെ വരയും കുറി, ഹാഫിസിന്റെ ഉമ്മയുടെ മനോഭാവം, ഫിസയോടുള്ള സമീപനം, സ്വഭാവ സവിശേഷതകൾ എന്നിവ ഈ ഒരു വാക്യം തന്നിട്ട് ചോദിക്കാവുന്നതാണ്. കൂടാതെ ഈ ഉമ്മയുടെ കഥാപാത്ര നിരൂപണം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കുടുംബ വ്യവസ്ഥിതിയിൽ സ്വാതന്ത്ര്യം പരിമിതമാണ്. സ്ത്രീ കുടുംബത്തിന്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് ജീവിക്കണം. ആത്മാവിഷ്കാരമോ കലാവിഷ്കാരമോ സ്ത്രീ ചെയ്യാൻ പാടില്ല. വീട്ടിലെ ജോലികൾ ചെയ്യുക എന്നതാണ് സ്ത്രീയുടെ പ്രധാന ധർമ്മം. കൂടാതെ ആണുങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായി എഴുതുമ്പോൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ ഒരു പാഠഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഫിസയുടെ കഥാപാത്ര നിരൂപണം. ചിത്രകാരി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ഫിസ. കുടുംബജീവിതവും കലാജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമം. ദൈവം തൊട്ട കൈവിരലുകൾ എന്ന ആർട്ടിസ്റ്റ് മാധവൻ സാറിന്റെ അഭിപ്രായം അവളുടെ കലാകാരിയുടെ കഴിവ് എടുത്തുകാട്ടുന്നു. എല്ലാവരും എതിർത്തിട്ടും ചിത്രം വരയ്ക്കാനുള്ള തന്റെ ശ്രമം തുടരുന്നു. വീട്ടുകാര്യങ്ങൾ കൃത്യമായി നോക്കുന്ന ഒരു സ്ത്രീയാണ്. യഥാസ്ഥിതിക കുടുംബജീവിതത്തിൽ അകപ്പെട്ട് കലാശേഷികൾ പുറം ലോകമറിയാതെ പോയ സ്ത്രീകളുടെ പ്രതീകമാണ് ഫിസ. സ്ത്രീ അടുക്കളക്കാരി മാത്രമല്ലെന്ന് തെളിയിക്കാനുള്ള ഫിസയുടെ ശ്രമം. ഇത്രയും കാര്യങ്ങൾ കഥാപാത്ര നിരൂപണത്തിൽ ഉൾപ്പെടുത്തുക. കൂടാതെ ഹാഫിസിന്റെ കഥാപാത്ര നിരൂപണം, ഇതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കുടുംബ വ്യവസ്ഥിതിക്കുള്ളിൽ സ്ത്രീയുടെ കഴിവുകളെ തളച്ചിടാൻ ശ്രമിക്കുന്നു. കലയെ ആസ്വദിക്കാനുള്ള ശേഷി അയാൾക്കില്ല. മറ്റുള്ളവർ ഭാര്യയുടെ കഴിവിനെ പുകഴ്ത്തി പറഞ്ഞിട്ട് പോലും അംഗീകരിക്കാനുള്ള മടി. ഭൗതികമായ സൗകര്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും മാത്രം വില നൽകുന്നു. ഇത്രയും പോയിന്റുകൾ ഹാഫിസിന്റെ കഥാപാത്രങ്ങൾ എഴുതുമ്പോൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിന്റെ മഞ്ഞപ്പച്ച ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു. നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. ദൈവം തൊട്ട കൈവിരലുകൾ, അപൂർണമായൊരു ചിത്രം, നിശബ്ദമായൊരു കരച്ചിൽ, ഇവ ഫിസ എന്ന കഥാപാത്രത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു.
കഥാപാത്ര നിരൂപണവുമായി ബന്ധമുള്ളതാണ്, എങ്കിലും അത് കഥാപാത്ര നിരൂപണമായി അല്ലാതെ ചോദിക്കുന്നത് ഇത്തരത്തിലാവാനാണ് സാധ്യത. ദൈവം തൊട്ട കൈവിരലുകൾ. ഫിസയുടെ വരയ്ക്കാനുള്ള കഴിവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപൂർണമായൊരു ചിത്രം, അവളുടെ ജീവിത ലക്ഷ്യം നടപ്പാകുന്നില്ല എന്നതിൻ്റെ സൂചന. അതായത് അവൾക്ക് വരയ്ക്കാനുള്ള ആഗ്രഹം ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ അതിന് ആ കുടുംബം മുഴുവൻ എതിർത്ത് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം നടപ്പിലാകുന്നില്ല. നിശബ്ദമായ കരച്ചിൽ. എല്ലാവരും തനിക്കെതിരെ നിൽക്കുമ്പോഴുള്ള അവളുടെ പ്രതിഷേധമാണ് നിശബ്ദമായ കരച്ചിൽ എന്ന വാക്യത്തിലൂടെ പറയുന്നത്. മൂടൽമഞ്ഞ് പടർന്ന പ്രകൃതി. ഇടയ്ക്ക് മായുന്ന മഞ്ഞിലൂടെ കടന്നു വരുന്ന തെളിവെയിലിൽ നരച്ച പച്ചയുടെ മഞ്ഞയുടെ ഇടയ്ക്ക് പൊട്ടിവിടർന്നൊരു ചുവന്ന പൂവ്. തൻ്റെ പേരിൻ്റെ അർത്ഥം പറയാൻ ഫിസ കാണിച്ച ചിത്രത്തിൻ്റെ വിവരണമാണിത്. ഈ ചിത്രം കണ്ടപ്പോൾ ഹാഫിസിന് അപകർഷത തോന്നാൻ കാരണം എന്ത്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അയാളുടെ കുടുംബ പശ്ചാത്തലം. കലയുമായി യാതൊരു ബന്ധവും അയാൾക്കില്ല. കച്ചവടക്കാരനാണ് ഹാഫിസ്. അയാൾക്ക് അത്തരം കാര്യങ്ങളിലാണ് പ്രാധാന്യം, അല്ലാതെ കലാപരമായ കാര്യങ്ങളിലൊന്നും അയാൾ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. ഇത് കൂടാതെ ഈ ഒരു ഭാഗത്തുനിന്ന് സ്ത്രീകൾ നേരിടുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് ചിത്രകാരി എന്ന കഥയിൽ പറയുന്നത് എന്നൊരു വിഷയത്തെ മുൻനിർത്തി മുഖപ്രസംഗമോ പ്രഭാഷണമോ തയ്യാറാക്കാൻ ചോദ്യം വരും. ഇത്തരമൊരു ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ആനുകാലിക പ്രസക്തിയുള്ള സംഭവങ്ങളെ ഉൾപ്പെടുത്തി വേണം ഉത്തരം എഴുതാൻ. കാര്യം നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ വിവാഹത്തിന് ശേഷം സ്ത്രീ പീഡനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ മിക്കവാറും ഉൾപ്പെടുത്തി എഴുതാനുള്ള തരത്തിലുള്ള ചോദ്യമായിരിക്കും വരുന്നത്. ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് ഖൽബിലെ നിലാവ്. ഇത് ഭൂമിയാണ് എന്ന നാടകത്തിലെ ഗാനമാണ് ഖൽബിലെ നിലാവ് എന്ന പേരിൽ നൽകിയിരിക്കുന്നത്. നാട്ടുമൊഴിയായി കൈമാറി വന്ന താമരപ്പൂങ്കാവനത്തില് എന്ന മാപ്പിളപ്പാട്ടിന്റെ വരികളെ കവി നാടകഗാനമായി പുതിയ വരികൾ ചേർത്ത് മാറ്റിയെടുത്തിരിക്കുകയാണ് ഇവിടെ. നായികയെ വർണ്ണിക്കുന്ന സ്വഭാവമാണ് ഗാനത്തിൽ കാണാൻ കഴിയുന്നത്. ഒപ്പം നായകന്റെ നായികയെ കാത്തിരിക്കുന്ന മനസ്സും അവളോടുള്ള ഇഷ്ടവും ഇതിൽ കാണാം. പാഠഭാഗത്തു നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. നായികയുടെ സൗന്ദര്യത്തെ നായകൻ വർണ്ണിക്കുന്നത് എങ്ങനെ? താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നവൾ, പഞ്ചവർണ്ണക്കിളിയുടെ സൗന്ദര്യം പകർന്നു കിട്ടിയവൾ, പൂക്കളുടെ റാണി, ഖൽബുകളിൽ കണ്ണെറിയുന്നവൾ, അമ്പിളിമാമന്റെ സൗന്ദര്യത്തെ വെല്ലുന്നവൾ, ഇവയെല്ലാം നായികയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന വർണ്ണനകളാണ്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇത്തരമൊരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. നായകന്റെ കാത്തിരിപ്പ് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. കാത്തിരുന്ന് കാത്തിരുന്ന് കാൽതിരിച്ചുപോയി, കൺമണിയെ കാണുവാനായി കൺകൊതിച്ചുപോയി. ഈ വരികളിലാണ് നായകന്റെ കാത്തിരിപ്പിന്റെ തീവ്രത അവതരിപ്പിക്കുന്നത്. കാത്തിരിപ്പിന്റെ ദൈർഘ്യവും നായികയെ കാണാനുള്ള ആഗ്രഹവും ഈ വരികളിൽ പ്രതിഫലിക്കുന്നു. നായകന്റെ വൈകാരിക അവസ്ഥയെ ഈ വരികളിൽ വ്യക്തമായി കാണാൻ സാധിക്കും. ഇതുകൂടാതെ സിനിമ, നാടകം എന്നിവയിൽ ഗാനങ്ങൾക്കുള്ള പങ്ക്, അവയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. കഥാപാത്രങ്ങളുടെ വൈകാരികാവസ്ഥ വ്യക്തമാക്കാൻ സിനിമയിലെയോ നാടകത്തിലെയോ ഗാനങ്ങൾക്ക് കഴിയുന്നുണ്ട്. കണ്ണീർ കായലിലേതോ, കണ്ണീർ പൂവിന്റെ കരളിൽ തലോടി തുടങ്ങിയ പാട്ടുകൾ ഇതിന് ഉദാഹരണമാണ്. കാര്യങ്ങൾ വലിച്ചു നീട്ടി പറയാതെ ചുരുക്കാൻ. ചില സിനിമകളിൽ ഒരു പാട്ടുരംഗം കൊണ്ട് തന്നെ നായകൻ പണക്കാരനാകുന്നു. ചില സിനിമകളിൽ ചില ആൾക്കാരുടെ മാറ്റങ്ങൾ എടുത്തു കാണിക്കാനായിട്ട്, പെട്ടെന്നുള്ള ജീവിതത്തിലെ മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാനായിട്ട് ഈ ഗാനം ഉപയോഗിക്കുന്നു. മാത്രമല്ല ചില സിനിമകൾ ഓർമ്മിക്കപ്പെടുന്നത് തന്നെ പാട്ടുകളിലൂടെയാവും. പ്രേക്ഷകന്റെ മനസ്സിനെ കീഴടക്കാൻ പാട്ടിന്റെ ഈണത്തിനും വരികൾക്കും കഴിയുമെന്നതുകൊണ്ട് തന്നെ ഇത്തരം ഗാനങ്ങൾ സിനിമ നമ്മൾ മറന്നാലും ആ ഗാനങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. അടുത്തത് ഈ യൂണിറ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട പാഠമാണ് ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം. ലോകത്തിൽ ഒരുമിച്ച് നിന്ന് സ്നേഹിക്കുകയും അർഹതപ്പെട്ടതെല്ലാം പങ്കുവയ്ക്കുകയും ചെയ്താലേ സമത്വസുന്ദരമായ ലോകം പണിയാനാവൂ എന്ന മഹത്തായ സന്ദേശം നൽകുന്ന നാടകമാണ് വയലാ വാസുദേവൻ പിള്ളയുടെ ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് പക്ഷിശാസ്ത്രകാരൻ, പാടത്തിനുടമ, പിന്നെ പക്ഷികളുടെ ഒരു കൂട്ടവുമുണ്ട്. വെട്ടിനിരത്തപ്പെട്ട വനത്തിന് മുന്നിലുള്ള ആൽമരം അതിന്റെ കൊമ്പുകളും മുറിച്ചു തുടങ്ങിയിരിക്കുന്നു. അത്തരമൊരവസ്ഥയിൽ അന്ധനും ക്ഷീണിതനുമായ പക്ഷിശാസ്ത്രകാരനും പക്ഷികളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നിടത്താണ് നാടകത്തിന്റെ തുടക്കം. അനുദിനം പുതിയ പ്രശ്നങ്ങൾ വന്നു ചേരുന്നിടത്ത് തങ്ങളുടെ അതിജീവനത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. കൂടാതെ കൂട്ടം തെറ്റിപ്പോയ കിളിയെക്കുറിച്ചും പാടത്തിനുടമയെക്കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട്. സ്വയം ചിറകറുത്ത് മാറ്റി കൂട്ടം തെറ്റിപ്പോയ കിളി തന്നെയാണ് പാടത്തിനുടമ എന്ന് നാടകത്തിനൊടുവിൽ നാം തിരിച്ചറിയുന്നുണ്ട്. കൂരമ്പുകളിൽ ശയ്യ ഒരുക്കി
പക്ഷിശാസ്ത്രകാരൻ കിടക്കുമ്പോൾ പാടത്തിനുടമ പക്ഷികൾ നൽകിയ സ്വർണ്ണച്ചിറക് സ്വീകരിക്കുന്നിടത്ത് നാടകം അവസാനിക്കുന്നു. ഇതിൽ നിന്ന് വരാവുന്ന പ്രധാന ചോദ്യങ്ങൾ. നാടകം ചർച്ച ചെയ്യുന്ന പ്രധാന ആശയം എന്തെന്നാണ് ഇതിൽ നിന്ന് വരാവുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പാഠഭാഗത്തിലെ ഏതെങ്കിലും വരികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഇത്തരമൊരു ചോദ്യം വരുന്നത്. ഇതിന്റെ ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പക്ഷിശാസ്ത്രകാരൻ സമഭാവനയും സാഹോദര്യവും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. പ്രകൃതിയെ നശിപ്പിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം പലപ്പോഴും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്നേഹത്തിലൂടെ സമത്വം നിലനിർത്താമെന്ന സത്യം നാടകത്തിൽ വെളിവാകുന്നു. മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർ നേരിടുന്ന പീഡനവും സഹനവും ഇതിൽ കാണാം. വെട്ടുന്നവർക്കും തണലേകുന്നതാണ് പ്രകൃതി എന്നുള്ള ഒരു സന്ദേശവും ഉൾക്കൊള്ളുന്നുണ്ട്. ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ നവലോകം നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ എന്ന സന്ദേശവും നാടകത്തിൽ കാണാൻ സാധിക്കും. ഇതുകൂടാതെ കഥാപാത്ര നിരൂപണം പക്ഷിശാസ്ത്രകാരൻ്റെയും പാടത്തിനുടമയുടെയും. ആദ്യം നമുക്ക് പക്ഷിശാസ്ത്രകാരൻ്റെ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. പക്ഷിശാസ്ത്രകാരൻ അന്ധനാണ്, പക്ഷേ ഉൾക്കാഴ്ച കൊണ്ട് എല്ലാം അറിയുന്നു. തങ്ങളെ ദ്രോഹിക്കുന്നവരെ പോലും ഉപദ്രവിക്കരുത് എന്ന മനസ്സുള്ള ആളാണ് പക്ഷിശാസ്ത്രകാരൻ. മാത്രമല്ല അവർക്ക് കുളിരേകണമെന്നും പറയുന്നു. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പാതയിൽ സഞ്ചരിക്കുന്നു. കൂട്ടം തെറ്റിപ്പോയവനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രകൃതിയുടെ മനസ്സറിഞ്ഞവനാണ് അയാൾ. കിളികൾക്കെന്നും പ്രതീക്ഷയുടെ പാഠം പകർന്നു നൽകുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് പാടത്തിനുടമ എന്ന കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ്വയം ചിറകറുത്തു പോയവനാണ് പാടത്തിനുടമ. സ്വന്തം വർഗത്തെ തന്നെ ആക്രമിക്കുന്നു. മുതലാളിത്ത മനോഭാവം വച്ചു പുലർത്തുന്നു. സ്വന്തം നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഗുരുവിനെ അവഹേളിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ സ്നേഹത്തിന്റെ പാതയിൽ എത്തുന്നുണ്ട്. ഇതുകൂടാതെ ചില സവിശേഷ പ്രയോഗങ്ങൾ പാഠഭാഗത്തുണ്ട്. ചിറക് വച്ച ചിന്തകൾ, തീ പിടിച്ച സ്വപ്നങ്ങൾ, അന്ധതയേറി വരുന്തോറും അകത്ത് പ്രകാശം, നമ്മൾക്ക് കുളിർമ തന്നവനും വെട്ടിയവനും തണലേകുക. ഇത്തരം പ്രയോഗങ്ങളുടെ ആശയങ്ങൾ ചോദ്യങ്ങളായിട്ട് വരാം. ഇതുകൂടാതെ ചില പ്രതീകങ്ങളും പാഠഭാഗത്ത് കടന്നു വരുന്നു. സ്വർണ്ണച്ചിറക്, ചുവന്ന പൂക്കൾ, വെളുത്ത പൂക്കൾ. സ്വർണ്ണച്ചിറക് ഒരുമയുടെ പ്രതീക്ഷയുടെ പ്രതീകമാണ്. ചുവന്ന പൂക്കൾ ദുരന്തത്തിന്റെയും വെളുത്ത പൂക്കൾ സമാധാനത്തിന്റെയും പ്രതീകമായി വരുന്നുണ്ട്.